ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 63 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ശമമുപേയുഷി വർഷപരേത്തദാ പശുബാധേനുകുലേച്ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതാ ഭൂധരാ പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. അന്വയം അർത്ഥം. വിഭോ പ്രഭോ, തഥാ അപ്പോൾ, വർഷപരേ കനത്ത മഴ, ശമം ശാന്തതയെ, ഉഭേയുഷി പ്രാപിക്കുകയും, പശുപധേനുകുലേച്ച വിനിർഗതേ ഗോപന്മാരും പശുക്കളും പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോവുകയും ചെയ്തപ്പോൾ, ഭുവി ഭൂമിയിൽ, സമുപാഹിത ഭൂതര വയ്ക്കപ്പെട്ട പർവ്വതത്തോടു കൂടിയവരായി, പ്രമുദിതൈ സന്തുഷ്ടരായ, പശുപൈ ഗോപന്മാരാൽ, പരിരേഭിഷേ ആലിംഗനം ചെയ്യപ്പെട്ടു. ഹരി ഓം. സാരം: മഴ നീങ്ങി പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഗോപന്മാരും ഗോക്കളും വെളിയിലിറങ്ങി ഭഗവാൻ പർവ്വതം താഴെ വെച്ചപ്പോൾ എല്ലാവരും ഭഗവാനെ ആശ്ലേഷിച്ചു. ഹരി ഓം. ഓം ഗുങ്കുരുപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ധരണീമേവ പുരാധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവകാശ്രമകാം ഇതിനുദാ ശ്രീ ദശൈകമലാപദേ ഗുരുപുരാലയാ പാലയമാം ഗദാൻ. അന്വയം അർത്ഥം. പുരാ പണ്ട്, ധരണീം ഏവ ഭൂമിയെ, ധൃതവാൻ ധരിച്ചവനായി, അസി അങ്ങ് ഭവിച്ചു, തവ അങ്ങനെയുള്ള അങ്ങയ്ക്ക്, ക്ഷിതിധരോദ്ധരണേ പർവ്വതത്തെ ഉയർത്തുന്നതിൽ, ക ശ്രമ എന്താണ് ക്ലേശമുള്ളത്, ഇതി ഇപ്രകാരം, ത്രിദശൈ ദേവന്മാരാൽ, നുത സ്തുതിക്കപ്പെട്ടവനായ, ത്വം അങ്ങ്, കമലാപദേ വിഷ്ണു, ഗുരുപുരാലയ ഗുരുവായൂരപ്പ, മാം എന്നെ, ഗദാൻ രോഗത്തിൽ നിന്നും, പാലയ രക്ഷിച്ചാലും, സർവത്ര ഗോവിന്ദനാമം സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സാരം: പണ്ട് വരാഹാവതാരത്തിൽ ഭൂമി ഉയർത്തിയ ഭഗവാനെ ഒരു പർവ്വതം ഉയർത്താൻ എന്തു ക്ലേശം? ഒന്നുമില്ല, അതെത്രയോ നിസാരം. ഇങ്ങനെ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ രോഗം മാറ്റി എന്നെ അനുഗ്രഹിച്ചാലും. ഹരി ഓം.